അയോധ്യ ക്ഷേത്രക്കൊള്ള വിവാദത്തിൽ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ്. കൊള്ളയ്ക്ക് പിന്നിൽ വൻ സ്രാവുകളെന്ന് പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. അയോധ്യ പ്രോജക്ട് തുടക്കം മുതൽ RSSന്റെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെയും നിയന്ത്രണത്തിലെന്ന് പവൻ ഖേര. ഇതിനിടെ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെ രാജി ക്ഷേത്ര ട്രസ്റ്റ് സ്ഥിരീകരിച്ചു. RSSന്റെ ശക്തമായ അതൃപ്തിക്ക് പിന്നാലെയാണ് രാജിയെന്നാണ് സൂചന. നോബൽ മാരിക്കാരനുണ്ട്. നോബൽ മാരിക്കാരൻ, കോൺഗ്രസ് ഇപ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ വിഷയമാക്കി തന്നെ മാറ്റിയിരിക്കുന്നു. ഇതിനകം തന്നെ രാജ്യം ചർച്ച ചെയ്യുന്ന വിഷയമായി അയോധ്യയിലെ സംഭാവനക്കുള്ള മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. BHPക്കും RSSനും ഒരു പരിധിവരെ ഈ വിവാദത്തിൽ നിന്ന് തലയൂരാൻ കഴിയുമോ? വമ്പൻ സ്രാവുകളാണോ കെണിയിൽപ്പെടാൻ പോകുന്നത്? അരുൺ, അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേടിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റി അനിൽ മിശ്ര എന്നിവരുടെ രാജി ഇപ്പോൾ ക്ഷേത്ര ട്രസ്റ്റ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. രണ്ടുപേരും ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജിവെച്ചിരിക്കുന്നത് എന്ന് ട്രസ്റ്റ് അറിയിക്കുന്നു. ഭക്തർ നൽകിയിരിക്കുന്ന സ്വർണ്ണ വെള്ളി കട്ടകൾ സുരക്ഷിതമാണ് എന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്നുമാണ് ട്രസ്റ്റ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് RSSന്റെ കടുത്ത അതൃപ്തിക്ക് പിന്നാലെയാണ് ചമ്പത് റായ് അടക്കമുള്ളവരുടെ രാജി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഹരിദ്വാറിൽ ചേർന്ന BHPയുടെ യോഗത്തിൽ രൂക്ഷ വിമർശനം ചമ്പത് റായ് അടക്കമുള്ള ആൾക്ക് എതിരെ ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് RSS നേതൃത്വം ഇവരുടെ രാജിവെക്കാൻ ഫോണിൽ അറിയിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ രാജി ഉണ്ടായത് എന്ന വിവരമാണ് പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ജീവനക്കാർ വലിയ തരത്തിൽ CCTV ദൃശ്യങ്ങൾ അടക്കം മറച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടത്തിയിരിക്കുന്നത് എന്ന വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നത്. ചമ്പത് റായ് ഒരുപക്ഷെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും എന്നും അറിയാൻ കഴിയുന്നു. നിലവിൽ പ്രതിപക്ഷം അതിരൂക്ഷ വിമർശനമാണ് ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകൾ വിമർശനവുമായി രംഗത്തേക്ക് വന്നിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കുന്നത് രാമക്ഷേത്രത്തിലേക്ക് സംഭാവന നൽകാൻ ആഹ്വാനം ചെയ്ത ആൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങളിൽ ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ്. അവർ മറുപടി പറയണം എന്നും പ്രിയങ്ക ഗാന്ധി ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. MA ബേബി അടക്കമുള്ള നേതാക്കളും ഇതിൽ വിമർശനം ഉന്നയിക്കുന്നു. പൊതുമുതൽ പൂർണ്ണമായും BJP രാജ്യത്ത് കൊള്ളയടിക്കുകയാണ് എന്നാണ് MA ബേബി ഇതിൽ വിമർശനം ഉന്നയിക്കുന്നത്. കൂടുതൽ പ്രമുഖരുടെ പേരുകളടക്കം പുറത്തേക്ക് വരാൻ ഉണ്ട് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നു. എന്താണെങ്കിലും ഉത്തർപ്രദേശിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഈ വിഷയം സംസ്ഥാനത്ത് സജീവ ചർച്ചയാക്കി നിർത്താൻ പ്രതിപക്ഷ കക്ഷികൾ ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട്. താങ്ക് യു. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.